നല്ലപോലെ കെയർ എടുക്കാറുണ്ട്. എനിക്ക് രാവിലെ പലപ്പോഴൊക്കെ എനിക്ക് ആപ്പിളൊക്കെ ഇവൻ അടുക്കളയിലേക്ക് കയറാറില്ല. ഇവന്റെ വീട്ടിൽ ഇവൻ ഒന്നുമേ ചെയ്യാറില്ല. ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം, അത് ശരീരം കവർ ചെയ്യാൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ദിയാകൃഷ്ണ സംബന്ധമായി നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ദിയാകൃഷ്ണൻ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡ്രസ്സിങ്ങുമായി റിലേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു അമ്മാവനായി മാറും. ആ ഒരു പഴഞ്ചൻ ചിന്താഗതിയിലേക്ക് ഞാൻ മാറും. അതൊരിക്കലും തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ ചിന്താഗതികളെയും പഴഞ്ചൻ എന്ന് പറഞ്ഞ് മായ്ച്ചു കളയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലതിനെ നല്ലതായി തന്നെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് പഴഞ്ചൻ ചിന്താഗതികളെ മാറ്റി പുതിയ ചിന്താഗതി കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ആ പഴഞ്ചൻ ചിന്താഗതി മോശമായ ചിന്താഗതി ആണെങ്കിൽ മാത്രമേ അതിനെ മാറ്റിയിട്ട് പുതിയ ചിന്താഗതി കൊണ്ടുവരാനായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് പഴഞ്ചൻ ചിന്താഗതി എന്ന് പറഞ്ഞ എല്ലാ ചിന്താഗതിയും താഴ്ത്തി കെട്ടാറില്ല. ഡ്രസ്സിംഗ് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം. നമ്മൾ കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിക്കണം. മറ്റുള്ളവരെ കൊണ്ട് മാക്സിമം പറയിപ്പിക്കാത്ത രീതിയിൽ ഡ്രസ്സ് ധരിക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ലണ്ടൻ രീതിയും അമേരിക്കൻ രീതിയും ഒക്കെ ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പേഴ്സണലി പറയുകയാണെങ്കിൽ, എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ അമ്മ എന്റെ പെങ്ങളൊക്കെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചില്ലെങ്കിൽ ഞാൻ വല്ലതും പറയും. ഉള്ള കാര്യം പറയാറില്ല, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ എന്തെങ്കിലും പറയും. എന്റെ സർക്കിളിൽ നിൽക്കുന്നവര് ശരീരത്തിൽ മറച്ചു വയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ചു വയ്ക്കാണ്ട് ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വല്ലതും പറയും. മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാം. നല്ല നല്ല ഡ്രസ്സുണ്ട്, ജീൻസും ടോപ്പും ഒക്കെ ആയിട്ട് നല്ല നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്ത്രീകൾക്ക് ഇടാം. മറിച്ച് ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇടുന്ന ഒരു ഡ്രസ്സിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. എന്തിനാണ് അതിന്റെ ആവശ്യം? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ദിയാകൃഷ്ണ ലേറ്റസ്റ്റ് ആയിട്ട് മാൽദീവ്സിൽ പോയിട്ട് ഒരു പോസ്റ്റ് ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം. ബിക്നി ഇട്ടും കൊണ്ടാണ് ദിയാകൃഷ്ണൻ നിൽക്കുന്നത്. ബേബി മൂൺ ഡൺ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ഈ ഫോട്ടോ ഇട്ടിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം ദിയാകൃഷ്ണൻ പ്രഗ്നന്റ് ആണ്. അതിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡ്രസ്സിങ് കണ്ടിട്ട് ഒരുപാട് പേര് നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്, വിമർശിക്കുന്നുമുണ്ട്. ഞാൻ ഈ പോസ്റ്റ് കണ്ടിട്ട് പേഴ്സണലി എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോ എടുത്ത് എന്തിനാണ് ഷെയർ ചെയ്യുന്നത്? പിന്നെ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരു ബീച്ചിന്റെ സൈഡിൽ നിൽക്കുകയാണ്, അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടും. ബീച്ചിന്റെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, പക്ഷെ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ അത്രയും ഫെയർ ആയിട്ടൊന്നും തോന്നുന്നില്ല. ശരീരത്തിൽ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ മറച്ചു വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പോസ്റ്റ് ഇടുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അതെന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ എന്റെ ഭാര്യയും കൊണ്ട് ബീച്ചിലെങ്ങാണ്ട് പോയി, ഇതുപോലെ ഗോവയില മാൽദീവ്സിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ എന്റെ വൈഫ് ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് അവിടെ ബീച്ചിൽ നിന്നെന്ന് വെച്ചോ, എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അങ്ങനെ നിന്നും കൊണ്ട് ചിലപ്പോൾ ഫോട്ടോസ് എടുത്താൽ ആ ഫോട്ടോസ് നാളെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? അറ്റ്ലീസ്റ്റ് ആ ഫോട്ടോ എടുക്കുന്ന സമയത്തെങ്കിലും മേൽഭാഗം മറയ്ക്കുന്ന ഒരു ഡ്രസ്സോ ഒരു ഓവർകോട്ടോ എന്തെങ്കിലുമൊക്കെ ദിയക്ക് ഇടാമായിരുന്നു വേണമെങ്കിൽ. അത് അവരുടെ പേഴ്സണൽ താല്പര്യമാണ്. പക്ഷെ വിമർശനങ്ങൾ വരുമ്പോൾ താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ദിയ തന്നെ കമന്റ് ബോക്സും ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പം എന്തിനാണ് നാട്ടുകാർ ഇങ്ങനെ പറയുന്നത് കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചതെന്ന് തോന്നിപ്പോയി. നെഗറ്റീവായിട്ട് പറയുമ്പോൾ അത് കൊള്ളുന്നുണ്ട്, ഹേർട്ട് ചെയ്യുന്നുണ്ട്, ഫീൽ ആകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ പോസ്റ്റ് ഇടുന്നതെന്നാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്തിനാണ് പബ്ലിക്കിനെ കാണാൻ വേണ്ടി ഇടുന്നത്? ദിയാകൃഷ്ണൻ ഒരു മലയാളിയാണ്. അങ്ങനെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ദിയാകൃഷ്ണൻ അറിയുന്നത്. മലയാളികളാണ് ദിയാകൃഷ്ണയുടെ ഫോളോവേഴ്സും ഒരു 90% മേളിൽ. അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് ഈ മലയാളികളുടെ ഇടയിൽ ഫോട്ടോസ് ഇടുമ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഫോട്ടോസ് ഇടുന്നതെന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കും. ഇത് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ അമ്മാവനായിട്ട് തോന്നും. എനിക്കൊരു തേങ്ങയില്ല, എനിക്ക് എന്റേതായ നിലപാടുണ്ട്, ഞാൻ അത് ഉറപ്പായിട്ട് തുറന്നു പറയും. ഇനി ഡ്രസ്സിങ്ങിന്റെ കേസിൽ മക്കളെ അച്ചടക്കത്തോടെ ശരീരഭാഗം എല്ലാം മറച്ച് നടക്കണമെന്നാണ് അച്ഛനായി ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ പണ്ടൊരിക്കൽ പറഞ്ഞൊരു ഇന്റർവ്യൂവിന്റെ ഭാഗം ഞാനൊന്ന് കൊടുക്കാം. ഈ പറയും ഈ ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഇത്രയും ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണോ? അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളമല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം, അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നിടത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റോങ് സ്ഥലത്ത്
സമയത്ത് റോങ് പാർട്ടിയുമായിട്ട് റോങ് ടൈമിൽ പോകരുത്. നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തരുത്. കൃഷ്ണകുമാർ അങ്കിൾ പറയുന്നത് കേട്ടല്ലോ, എന്റെ മക്കളെ ശരീരം ഫുള്ള് മറച്ച് ഡ്രസ് ഇടാനേ പഠിപ്പിച്ചിട്ടുള്ളൂ, അങ്ങനെ മക്കൾ ചെയ്യത്തുള്ളൂ. പക്ഷെ മക്കൾ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്ന, മക്കളുടെ ഇഷ്ടത്തിന് നടക്കുന്നുണ്ട്. എന്തായാലും കൃഷ്ണകുമാർ അങ്കിൾ പറഞ്ഞതുപോലെ മക്കൾ കേട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കേസ് പറയാം. അടിവസ്ത്രം അടിയിലിടേണ്ടതാണ്. അതായത് നമ്മൾ പുറത്തിടുന്ന ഡ്രസ്സിന് അകത്തിടേണ്ട സാധനമാണ് അടിവസ്ത്രം. അതിട്ടും കൊണ്ട് നാട്ടുകാരെ കാണിച്ചും കൊണ്ട് ഫോട്ടോസ് ഇടുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഞാൻ ജെന്യുവനായിട്ട് ചോദിക്കുകയാണ്. അടിവസ്ത്രം എന്ന പേര് തന്നെ അടിയിലിടാനുള്ളതാണ്. അണ്ടർവെയർ എന്ന് പറഞ്ഞാൽ അകത്തിടേണ്ടതാണ്. അത് പുറത്തിട്ടും കൊണ്ട് നാട്ടുകാരെ കാണിച്ചും കൊണ്ട് നടക്കുന്നത് എനിക്ക് യോജിപ്പില്ല. അതിനിപ്പം ആധുനിക ചിന്താഗതിയാണ്, ഇന്നത്തെ തലമുറ അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ ആ ചിന്താഗതിയിൽ യോജിക്കുന്നില്ല. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. എന്റെ വീട്ടിലാരും ഇങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റേതായ അഭിപ്രായം പറയുന്നു. ഇപ്പൊ ദിയാകൃഷ്ണ ഇട്ടത് അവരുടെ ഇഷ്ടമാണ്. അതിന്റെ താഴെ കമന്റ്സ് നെഗറ്റീവ് വരുമെന്നും അവരറിഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എന്താണ് ഉദ്ദേശം. ഏറി പോകാനുള്ള വഴിയാണോ തേടിയതെന്നും അറിയാൻ പാടില്ല. എന്തായാലും നല്ല നെഗറ്റീവ് വന്നത് കൊണ്ടായിരിക്കണം കമന്റ് ബോക്സിൽ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അത് അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷെ ഒന്ന് ആലോചിക്കുക, അടിവസ്ത്രം അകത്തിടേണ്ടതാണ്. അത് പുറത്തിട്ട് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തിടുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നമ്മുടെ കരീന കപൂറും ഇതുപോലത്തെ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്. ദീപിക പഡ്കോണും ഇതുപോലത്തെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. എങ്കിലും നമ്മളെ പോലെയുള്ളവർ നമ്മുടെ അഭിപ്രായം പറയും. അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ അമ്മാവനായിട്ട് തോന്നും, വല്ല പണിക്കും പോടാന്ന് പറയും. എങ്കിലും ഞാൻ എന്റേതായ അഭിപ്രായം പറഞ്ഞിരിക്കും. ഇനി ദിയാകൃഷ്ണ ഒരു ഇനാഗ്രേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോയ സമയത്ത് 1-2 വീഡിയോസ് വന്ന് കൊടുക്കാം. അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം ചിന്തിച്ചു നോക്കും. ദിയാകൃഷ്ണ പ്രഗ്നന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ചടങ്ങിന് വന്ന സമയത്തും വയറ് കുറച്ച് എക്സ്പോസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ലപോലെ കെയർ എടുക്കാറുണ്ട്. എനിക്ക് രാവിലെ പലപ്പോഴൊക്കെ എനിക്ക് ആപ്പിളൊക്കെ സത്യത്തിൽ ഇവൻ അടുക്കളയിലേക്ക് കയറാറില്ല. ഇവന്റെ വീട്ടിൽ ഇവൻ ഒന്നുമേ ചെയ്യാറില്ല, വെള്ളം പോലും തിളപ്പിക്കാറില്ല. പക്ഷെ എനിക്ക് വേണ്ടി അവനെല്ലാം ചെയ്തു തുടങ്ങി, വീട് വൃത്തിയാക്കി തുടങ്ങി. വീട് വൃത്തിയാക്കി ദിയാകൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡായിട്ടുള്ള ആ യുവാവ് എല്ലാ ജോലിയും ദിയാകൃഷ്ണയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. നല്ലതാ, ഭാര്യയെ നല്ലോണം സംരക്ഷിക്കുന്നതും അതും ഈ ഒരു ടൈമിൽ നല്ലോണം കെയർ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അതിനെ പെണ്ണെന്നൊന്നും വിളിച്ച് കളിയാക്കേണ്ട കാര്യമില്ല. കമന്റ് ബോക്സിൽ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ഭാര്യയുടെ വാലും തൂങ്ങി നടക്കണമെന്ന്. ഓക്കെ, അങ്ങനെ പറയുന്നവരൊന്ന് ചിന്തിക്കുക. ഭാര്യ അത്രയും അവൻ സ്നേഹിക്കുന്നുണ്ടാവും, കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന്റെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലും അതിനെ നെഗറ്റീവ് പറഞ്ഞ് പരത്തേണ്ട കാര്യമില്ല. അത് നല്ലൊരു സ്വഭാവമാണ്. ഭാര്യയ്ക്ക് ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ കെയർ ചെയ്യുന്ന നല്ലൊരു സ്വഭാവം, നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. അത് ഒരിക്കലും തെറ്റു പറയേണ്ട കാര്യമില്ല. ഇനി 1-2 കമന്റ്സ് ഞാൻ ഒന്ന് വായിക്കാം. അതായത് ഈ ഇനാഗ്രേഷൻ വന്ന സമയത്ത് ഇതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ്, വയറ് മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി പിറകോട്ട് തിരിഞ്ഞ പോലെ. കാരണം കാറിന്റെ സൈഡിൽ മൊബൈൽ ഫോൺ ക്യാമറ ഒക്കെ വെച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് ദിയ കണ്ടതാണ്. അങ്ങനെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ദിയാകൃഷ്ണ ഈ ഒരു വേഷത്തിൽ അങ്ങനെ ബോറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ വയറുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനാഗ്രേഷൻ വിളിച്ചു കാണും, വന്ന് കാണും. ഓക്കെ, അതിൽ വേറെ മോശമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ആദ്യം ഒരു ഫോട്ടോ ഞാൻ കാണിച്ചില്ലേ, ആ ഫോട്ടോ എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല. അതിന് താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഫേസ്ബുക്കിൽ വന്നത് ഞാനൊന്ന് വായിക്കാം. ഈ പെണ്ണ് ഇങ്ങനെ അതപ്പതിച്ചു പോയല്ലോ, കഷ്ടം. വയറ് കാണിച്ചും കാശുണ്ടാക്കുന്നു. ഇത് പറയാനാ, നാണം കെട്ടും പണം നേടിക്കൊള്ളുക. കഷ്ടം തന്നെ, എന്തൊക്കെ കോലങ്ങൾ കാണണം. ഇവൾക്കൊന്നും ഒരു നാണവും ഇല്ലേ. എല്ലാം ഊരി അങ്ങ് കാണിച്ചു. ഇതൊക്കെ അപൂർവ കാഴ്ചയാണ്. സംഗീയുടെ പുത്രി ആകുമ്പോൾ സംഗീകൾക്ക് ഇത് ഒരു അഭിമാന നിമിഷമാണ്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചെളിവാരി എറിഞ്ഞേനെ അവർ. എന്തുവാടെ ഇത്, ആ കോന്തനൊക്കെ ആണോ പൈസ ഉണ്ടാക്കാൻ സമൂഹത്തിൽ എന്തും കാണിക്കാനാ ഈ കൊച്ചിന്റെ അമ്മയും ഇതൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ദിയാകൃഷ്ണ ആ ഡ്രസ്സിങ്, അതായത് ബിക്കിനി ഇട്ടും കൊണ്ടൊരു ഫോട്ടോ എടുത്തിട്ടത് എനിക്കും പേഴ്സണലി യോജിപ്പില്ല. ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ ഇതൊന്നും സമ്മതിക്കത്തില്ല കേട്ടാ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെയൊക്കെ ഫോട്ടോകളൊക്കെ എടുത്തില്ല. എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കണം? അതുപോലെ സ്വന്തം ഭർത്താവ് കാണാൻ്റെ ശരീരഭാഗങ്ങൾ എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് കാണിക്കുന്നത്? ഞാൻ ആ ഒരു രീതിയിലൊക്കെ പഴഞ്ഞ ചിന്താഗതി തന്നെയാണ്. ആ ചിന്താഗതി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ നാട്ടുകാരെ മൊത്തം ശരീരഭാഗങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്നതിലൊന്നും എനിക്ക് യോജിപ്പില്ല. പിന്നെ ഒരു അമ്മയാണ്, ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നുമുണ്ട്. മനസ്സിലായോ?
ഈ ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്ന സമയത്തും അവർ ചിലപ്പോൾ ഈ ദീപിക പദ്കോണും കരീന കപൂറും ഒക്കെ ചെയ്തതുപോലെ പിടിച്ചു നോക്കിയതായിരിക്കും ആ ഒരു ലൈൻ. പക്ഷെ നമ്മൾ മലയാളികളുടെ ഇടയിൽ ഇത്തരം ഫോട്ടോകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോഴും പറയുന്നു, ശരീരഭാഗങ്ങൾ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ മറച്ച് തന്നെ വെക്കണം. അല്ലാതെ അത് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ആധുനിക ചിന്താഗതിയാണ് അല്ലെങ്കിൽ നമ്മൾ മോഡേൺ ലൈഫാണ് കീപ്പ് ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സമയത്ത് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ മക്കളെ താൻ ഡ്രസ്സിങ്ങിൽ ശരീരഭാഗങ്ങൾ മുഴുവൻ മറച്ചു നടക്കാനേ സമ്മതിക്കത്തുള്ളൂ എന്ന്. എന്നാൽ മക്കൾ അങ്ങേര് വിചാരിച്ചതുപോലെ പോലും നിന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ കാണാം. ബൈ.